Hi friends, welcome back to Shaju's Corner. നമ്മൾ ഇന്നൊരു ഓഫ് റോഡ് ട്രിപ്പാണ് പോകുന്നത്. നിലമ്പൂരിൽ ചാലിയാർ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന കക്കാടം പൊയിലേക്കാണ്. മലബാർ ഏരിയയിൽ തന്നെ ഏറ്റവും കൂളസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കക്കാടം പൊയിൽ. അതുപോലെ തന്നെ നിരവധി രാഷ്ട്രീയ വിവാദങ്ങളും ഒക്കെ ചർച്ചകളും ഒക്കെ ആയിട്ട് കക്കാടം പൊയിൽ വാർത്താ മാധ്യമങ്ങളിൽ ഒരുപാട് കാലം നിറഞ്ഞു നിന്നിരുന്നു. നമ്മളിന്ന് പോകുന്നത് കക്കാടം പൊയിലെ ഒരു റിസോർട്ടിലേക്കാണ്. കക്കാടം പൊയിലിനെ കുറിച്ച് നിരവധി ട്രാവലുകളും ബ്ലോഗുകളൊക്കെ യൂട്യൂബിലും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പോകുന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രിപ്പാണ്. അവിടെ പോയി നൈറ്റ് സ്റ്റേ ചെയ്ത് അവിടുത്തെ രാത്രി കാലങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കിട്ടുകൊണ്ടാണ് നമ്മൾ വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലൂടെ അകമ്പാടം വഴിയാണ് നമ്മൾ കക്കാടം പൊയിലേക്ക് പോകുന്നത്. സോ പോകുന്ന വഴി നമുക്ക് നിരവധി കാഴ്ചകൾ കാണാനുണ്ട്. നമുക്കറിയാം കക്കാടം പൊയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് വില്ലേജാണ്, ഫോറസ്റ്റ് ഏരിയയിൽപ്പെട്ടൊരു വില്ലേജാണ്. അപ്പോൾ നിറയെ മരങ്ങളും കാടുകളും ഒക്കെ പ്രകൃതി രമണീയമായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. മാത്രമല്ല നമ്മളിപ്പോൾ പോകുന്നത് ഏകദേശം ഒരു 4 മണി സമയത്താണ്. ഈ സമയമാകുമ്പോഴേക്ക് നമ്മൾ ഊട്ടിയിലേക്ക് കാണുന്ന പോലെ നിറയെ കോടകൾ മൂടിയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വ്യൂ ആണ് അവിടെ കാണാനുണ്ടാവുക. സോ ഗൈസ്, ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്നില്ല, നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. ഇപ്പോൾ എൻ്റെ കൂടെ ഞാനിപ്പോൾ വന്നിറങ്ങിയത് ഒരു DI ജീപ്പ് മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു പുതിയ വണ്ടിയാണ്. സോ അതിൻ്റെ ഫസ്റ്റ് ഓഫ് റോഡ് ട്രിപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഡ്രൈവറോടെ കൂടെ ഉണ്ട്. സോറി, ഡ്രൈവറല്ല, ഓണർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടായിരുന്നു മിസ്റ്റർ റിസാബാണ് ഈ വണ്ടിയുടെ ഇത്രത്തോളം ഇങ്ങനെ മോഡിഫൈ ചെയ്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ളത്. നല്ല അടിപൊളി ലൈറ്റ്സൊക്കെ വെച്ച് വണ്ടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ ഈ ഓഫ് റോഡ് ട്രിപ്പിനും പറ്റിയ വണ്ടി തന്നെയാണ്. നമുക്ക് നോക്കാം. പിന്നെ വീഡിയോ കുറച്ച് ഷെയ്ക്കി ആയിരിക്കും, കാരണം നമ്മൾ പോകുന്നത് ഓഫ് റോഡ് ട്രിപ്പാണ്. അതുകൊണ്ട് പിന്നെ പോകുന്ന ജീപ്പിലാണ്, അതുകൊണ്ട് തന്നെ ക്യാമറ നല്ല ബമ്പിങ് ഉണ്ടായിരിക്കും. സോ ഗൈസ്, എൻ്റെ കൂടെ ഇന്ന് 2-3 ഫ്രണ്ട്സ് കൂടി ഉണ്ട്. പിന്നെ ഞങ്ങളൊരു ഫ്രണ്ട് ചാവക്കാട് നിന്ന് വരുന്നുണ്ട്. പുള്ളിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പുള്ളി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എത്താൻ. നമ്മൾ 4 മണിക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്തത്. ഇപ്പോൾ ഏകദേശം 4:30 ആയിട്ടുണ്ട്. സോ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ഇത് മിസ്റ്റർ സെയിൽ ലാവിദേൻ. പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചങ്ക് പറഞ്ഞോ ഷമീം. പിന്നെ നമ്മളൊരു ചങ്ക് ബ്രോ, യങ് ബ്രോ, പിന്നെ അർഷാദ് അലി. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ നമ്മൾ റിസാബ്. സോ മറ്റു 2 പേരോട് ജോയിൻ ചെയ്യാണ്ട് നൈറ്റിൽ നമുക്ക് 2-3 ഫ്രണ്ട്സ് കൂടി അവിടെ ജോയിൻ ചെയ്യാനുണ്ട് ആ ലൊക്കേഷനിൽ. സോ ഇനി കൂടുതൽ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഗോ ആൻഡ് എൻജോയ്. സോ ഗൈസ്, നമ്മളിപ്പോൾ അകമ്പാടം ടൗണിലാണുള്ളത്. നമ്മൾ അവിടേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുകയാണ്. കാരണം കുന്നിന് മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധനങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ വാങ്ങി പോവുകയാണ്. ഓക്കെ, അതിൻ്റെ പർച്ചേസിങ്ങിനാണ് ഇപ്പോൾ ഉള്ളത്. സോ ഗൈസ്, നമുക്കിന്ന് ബാർബിക്യൂ ചെയ്യാനുള്ള സംഭവങ്ങളാണ് കടന്ന് തൂങ്ങുന്നത് ഇവിടെ. പക്ഷേ നമ്മളന്നത്തെ കുക്കാണ് നിൽക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങുകയാണ്. എന്തൊക്കെ വാങ്ങി? ആള് പച്ചക്കറിയൊക്കെ വാങ്ങി വരികയാണ്. നെയ്ച്ചോറ് വെക്കാനുള്ള പച്ചക്കറിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ അകമ്പാടം കഴിഞ്ഞ് വരുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണിത്. നല്ല പിന്നെ ഇവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട്. പിന്നെ നല്ലൊരു പുഴയുടെ നല്ലൊരു ഭാഗത്തേക്ക് നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും. ഇവിടെ പുഴ വെള്ളം കുറവാണ്, നല്ല ഉരുളങ്കല്ലുകളാണ് കൂടുതലുള്ളത്. ഇന്നേക്കോട് എന്തോ പറഞ്ഞ എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കക്കാടം പൊയിൽ പോകുന്ന വഴിക്ക് എസ് വളവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത്
നല്ലൊരു ഹെയർ പിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എസ് ആകൃതിയിലുള്ളൊരു ഹെയർ പിൻ വളവാണ് ഇവിടെ. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള നല്ല കയറ്റാണ്. ആ കയറ്റം കയറി വരുമ്പോൾ കിട്ടുന്ന ഒരു വളവാണ് എസ് വളവ്. സോ അവിടെ നമുക്ക് നിൽക്കുന്നത്. നമ്മൾ യാത്ര ചെയ്തിട്ട് ഇപ്പോൾ വെണ്ടേക്കുംപോയിൽ എന്ന സ്ഥലത്തെത്തിയിട്ട് ഇവിടുന്ന് റോഡ് ഇങ്ങനെ രണ്ടായിട്ട് തിരിയുന്നുണ്ട്. നമുക്ക് പോകേണ്ടത് പിന്നെ ലെഫ്റ്റ് സൈഡിലേക്കാണ്. സോ ഇതാണ് ചെറിയൊരു അങ്ങാടിയാണുള്ളത്. നമുക്ക് ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങേണ്ട ഇവിടുന്ന് വാങ്ങണം. കാരണം പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ കടകളും കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊരു 3 കുട്ടി ജംഗ്ഷനാണ്. കുറച്ച് ഇരുട്ടായിട്ടുണ്ട്, അപ്പോൾ ലൈറ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ ഇവിടുന്നാണ് നമുക്ക് പിന്നെ ലെഫ്റ്റേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ കക്കാടംപൊയിലേക്ക് പോകുന്നത്. സോ ഇതാണ് ചെറിയൊരു അങ്ങാടിയാണ്. സോ ഗൈസ്, നമ്മൾ താമസിക്കാൻ പോകുന്ന നമ്മുടെ റിസോർട്ടിൻ്റെ പേരാണിത്. കുറച്ച് ലേറ്റായി, നല്ല ഇരുട്ടാണ്. പിന്നെ അതുപോലെ റോഡ് കുറച്ച് മോശമാണ്, ഹൈ റിസ്ക് ആണ് ഇതിൽ വീഡിയോ ഷൂട്ട് ചെയ്ത്. നല്ല ഓഫ് റോഡാണ്. ഇവർ സാധാരണ നോർമൽ ഇതിൽ നമ്മളെ ഈ വെണ്ടേക്കുംപോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇവരെ വണ്ടി വന്ന് പിക്ക് ചെയ്യലാണ്, ഇവരെ ജീപ്പ്. നമ്മൾക്ക് ഓൾറെഡി 4x4 ജീപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്ത് പോവാണ് അങ്ങോട്ട്. ഗൈസ്, ചെറിയൊരു പണിയിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ പിന്നെ ആ ഓഫ് റോഡിൽ വരികയാണ്. അപ്പോൾ വണ്ടി ഇവിടെ കയറുന്നില്ല. അത്രയ്ക്ക് നല്ല ഇതാണ് വണ്ടി. രക്ഷപ്പെട്ടു തൽക്കാലം. രണ്ടാമത്തെ സ്ഥലത്തും ചെറുതായിട്ട് പണി കിട്ടി. വണ്ടി കയറ്റം കയറുന്നില്ല. അത്ര നല്ല കല്ലും ഇതുമാണ്. ജസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ റിസോർട്ട്. നമ്മളെത്തിയപ്പോൾ നല്ല ലേറ്റായി. നൈറ്റ് ഒരു 7 മണിയൊക്കെ ആയി. നല്ല ഇരുട്ടാണ്. ഞാൻ നേരെ വെളുത്ത് എണീച്ചതിന് ശേഷം ഇതിൻ്റെ ശരിക്കുള്ള വ്യൂ കാണിച്ചു തരാം. നല്ലൊരു റിസോർട്ടൊന്നും പറയാനില്ല, ഒരു വീടാണ്. നല്ല പുറത്തിരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണെന്ന് പറഞ്ഞു രാവിലെ. ചെറിയൊരു മിനിമൽ റേറ്റിലാണ് നമുക്ക് ഈ റിസോർട്ട് കിട്ടിയിട്ടുള്ളത്. പെർ നൈറ്റ് ഒരു 3000-4000 ഒക്കെ, അത് ആൾക്കാരുടെ അനുസരിച്ച്. പക്ഷെ വളരെ നല്ലൊരു ആംബിയനാണ് അവിടെ വന്നു കഴിഞ്ഞാൽ. നല്ല തണുപ്പാണ്. ഇപ്പോൾ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റടിച്ചിട്ട്. ഓക്കെ, പക്ഷെ പുറത്ത് നല്ല ഇരുട്ടാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വിഷ്വൽസ് ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. സോ മോർണിംഗിൽ നമുക്ക് കൂടുതൽ വിഷ്വൽസ് കാണാം. ഇപ്പോൾ നമുക്ക് ചെറിയ കുക്കിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. ഗായ്സ്, നമ്മളിങ്ങനെ റിസോർട്ടിലെത്തിയ സമയം ഇപ്പോൾ രാത്രി 8 മണി കഴിഞ്ഞു. നമ്മുടെ ഒരു ചങ്ക് ഷഫ്നാസ്, പുള്ളി ചാവക്കാട്ടുകാരനാണ്. അവിടെ ലൈറ്റ് കുറവുകൊണ്ട് ഞാൻ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. പുള്ളി ചാവക്കാട്ടുകാരനാണ്. പുള്ളി വഴി തെറ്റി ഞങ്ങളിവിടെ 5 മണിക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നൊക്കെ മീറ്റ് പോയിന്റിൽ നിന്നൊക്കെ പോയി കുറേ ദൂരങ്ങോ പോയി സഞ്ചരിച്ച് ഇപ്പോൾ ഞങ്ങൾ വീണ്ടും പോയി ഒരാളെ അറേഞ്ച് ചെയ്ത് പുള്ളിനെ പിക്കപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവർ ജീപ്പ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് വരുന്നത്. കാരണം ഈ നിലമ്പൂർ വിട്ട് കഴിഞ്ഞാൽ അകമ്പാടം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചുരം ഏരിയകളാണ്. കുറേ ഹെയർ പിൻ ബെൻഡുകളും ഒക്കെ ഉള്ള നല്ല കയറ്റമൊക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വരാൻ. സോ നമ്മുടെ ജീപ്പ് ഷഫ്നാസിനെയും കൊണ്ട് വീണ്ടും പോയതാണ്. ആക്ച്വലി നമ്മളോട് എത്തിക്കഴിഞ്ഞ് നമ്മൾ ചായ കുടിച്ച് റെസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നെയും വീണ്ടും അങ്ങോട്ടേക്ക് പോയതാണ്. സോ നമ്മുടെ വണ്ടി വരുന്ന സീനറി കാണുന്നത്.
ഇതാണ് മിസ്റ്റർ ഷഫ്നാസ്. ചാവക്കാട് നിന്ന് ഇത്രയും ലോങ് ഡ്രൈവ് എപ്പോഴും വന്നോടത്ത് പോകുന്നോടത്ത് ഏകദേശം 2 മണി ആയിട്ടുണ്ട്. 2 മണിക്ക് പോന്നിട്ട് ഇതേ ആളിപ്പോഴെത്തുന്നത്. കുറെ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്ത് ഒരു രക്ഷയില്ല. എവിടേക്കോ മുട്ടിക്കട പറഞ്ഞ സ്ഥലത്ത് പോയിരുന്നുണ്ട് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ഇറ്റ് വാസ് വെരി നൈസ്. ഐ മീൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഓഫ് റോഡ് ഞാൻ കണ്ടിട്ടില്ല. വണ്ടി വേറെ സ്ഥലത്ത് ഇട്ട് അവിടെ നിന്ന് ഇതിൽ കയറി പോകുന്ന ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡ്. ഞാൻ ഡെസേർട്ട് ഡ്രൈവിന് പോയിട്ടുണ്ട്, പക്ഷെ ഇത് പറയാൻ പറ്റില്ല. ഷഫ്നാസ് എത്തിയിട്ടുള്ളത് ചാവക്കാട് നിന്നാണ്, കടപ്പുറം ഭാഗത്തു നിന്നാണ്. കടപ്പുറം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കടപ്പുറം എന്ന് അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, പക്ഷെ കടപ്പുറം ഏരിയ നിന്നാണ്. അപ്പോ ഇതുപോലെ നമുക്ക് ഏകദേശം ഒരു ഫോറസ്റ്റ് ഒക്കെ കണ്ട് നല്ല ക്ഷീണമുള്ള ആൾക്കാരാണ്. ഇത് നല്ല ഇരുട്ടത്ത് നല്ല രാത്രി 8 മണിക്ക് ആ റോഡിലൂടെ വരിക, ഇറ്റ്സ് റിയലി അഡ്വഞ്ചറസ് അല്ലേ? റോഡിന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടിയും പേടിയായിരുന്നു. ഇത് കാണാണ്ടേ ഇത്ര ഭയങ്കര പേടിയായിരുന്നു. റോഡായി പോയി. ഇതാണ് നമ്മളെ കിച്ചണിൽ നമ്മളെ മാസ്റ്റർ ഷെഫ് സൈലാബിനി പണിയുണ്ടെങ്കിൽ എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോണെന്ന്? ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നെയ്ച്ചോറ്, അതേമാതിരി ചിക്കൻ കടായി, ചിക്കൻ 65, പിന്നെ അതുപോലെ നമ്മള് വെറൈറ്റി ആയിട്ട് നമ്മളെ ചിക്കൻ ചൂടുന്നത് അല്ലേ? ബാർബിക്യൂ. നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. നമ്മള് ഇത് എല്ലാം റെഡിയാണ്, സംഭവങ്ങളൊക്കെ റെഡിയാണ്. എന്തായി തീരുന്നറിയില്ല. നല്ല അടിപൊളി കുക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. പണ്ട് ഹോട്ടൽ പണി എടുത്തിരുന്നു. ഹോട്ടൽ പണി വലിച്ചുണ്ടോ? ഇല്ലല്ലേ? ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഓംലെറ്റ് ആണ്. എഗ് കുറേ ഉണ്ട്, ഇതൊന്നുമല്ല. നമ്മളെ വണ്ടി ആ ഓഫ് റോഡിലൂടെ ഭയങ്കര റിസ്ക് എടുത്തിട്ട് കൊടുക്കുന്ന ആളാണ് നമ്മളെ ഷമീം. ഓംലെറ്റ് ഇങ്ങനെ റെഡി ആവണം, നല്ല അടിപൊളി ഓംലെറ്റ്. കാരണം നല്ല തണുപ്പുള്ള സ്ഥലമാണ്, ഭയങ്കര തണുപ്പുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ നല്ല കട്ടൻ ചായ ഓംലെറ്റ് ഒക്കെ കഴിക്കാൻ പറ്റിയൊരു മൂഡാണ്. സോ അതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലൈവായിട്ട് നമ്മളെ കറിയിലേക്ക് ഇടാനുള്ള കറിവേപ്പില വരയ്ക്കുകയാണ് നമ്മളെ ഷെഫ്. സോ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഉള്ളത് കക്കാടം പോയിൽ. ഞങ്ങൾ ഇന്നലെ നൈറ്റിൽ കാണിച്ചിരുന്നു. ക്ലൗഡ് 9 വേഫോറസ്റ്റ് റിസോർട്ടിലാണ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടാണ്, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ ചെറിയ റേറ്റിൽ, എന്നാൽ നല്ല എല്ലാ സെറ്റപ്പോടും കൂടിയിട്ടുള്ള ബെഡ്റൂംസും കിച്ചണും കാര്യങ്ങളും, അതുപോലെ കോർട്ട്യാർഡും പുറത്തിരിക്കാനുള്ള സൗകര്യങ്ങളും ഏറുമാടങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി റിസോർട്ടാണ്. ഇതാണ് നമ്മളെ റിസോർട്ടിൻ്റെ ഓണർ ആസാദ്. സോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നമ്പർ കൊടുക്കാൻ, കോൺടാക്ട് ചെയ്യാനുള്ള ലൊക്കേഷൻ മാപ്പും. സോ ആർക്കെങ്കിലും ഇവിടെ നിലമ്പൂർ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളുണ്ടെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേ ആണ് ഇവിടെ. നല്ല നൈറ്റ് ആയി കഴിഞ്ഞാൽ നല്ല കോടയൊക്കെ മൂടി നല്ല സൂപ്പർ ആംബിയൻസ് ആണ്. സോ ക്ലൗഡ് 9 വേഫോറസ്റ്റ് റിസോർട്ടാണ്. സോ പ്ലീസ് കം ആൻഡ് വിസിറ്റ്.
ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കക്കാടംപൊയിലിലെ ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബാക്കിൽ കാണാം നിറയെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച കാണാം. കുറേ മലകൾ കൂടിയിട്ട് അതിനടിയിൽ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദൂരെ നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. നല്ല കാറ്റടിക്കുന്ന സ്ഥലമാണിത്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഫ്രണ്ട്സ്, നമ്മളിനി അടുത്ത് പോകുന്നത് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഇവിടെ കടമ്പൂരിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വെള്ളച്ചാട്ടമാണ് കോഴിപ്പാറ വാട്ടർഫാൾസ്. ഇവിടുന്ന് കടമ്പൂർ ടൗൺ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് വെള്ളച്ചാട്ടമുള്ളത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് കോഴിപ്പാറ വാട്ടർഫോൾസിലാണ്. കക്കാടംപൊയിലെ വൺ ഓഫ് ദി മോസ്റ്റ് അട്രാക്റ്റീവ് വാട്ടർഫോൾസ് ആണ് കോഴിപ്പാറ. ഇവിടെ ഒരുപാട് നിരവധി ചെറുതും വലുതുമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളുണ്ട്, വാട്ടർഫോൾസ് ഉണ്ട്. പക്ഷേ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന റോഡിനടുത്ത് തന്നെ. നമുക്ക് മറ്റേ വാട്ടർഫോൾസ് ഒക്കെ പറഞ്ഞാൽ കുറേ കാട്ടിലൂടെ കുറേ നമ്മൾ ഒരുപാട് നടന്നു പോകേണ്ടി ഉള്ളിലേക്ക്. പക്ഷേ ഇത് പറഞ്ഞാൽ മെയിൻ റോഡിനടുത്ത് ഒരു 200 മീറ്റർ മാറിയിട്ടാണ് കോഴിപ്പാറ വാട്ടർഫോൾസ് ഉള്ളത്. ഇവിടെ അഡൾട്ട്സിന് 40 രൂപയാണ് ടിക്കറ്റ്, അതുപോലെ കിഡ്സിന് 30. ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണ്, കാരണം നമ്മൾ മഴക്കാലം കഴിഞ്ഞ ശേഷം വന്നിട്ടുള്ളത്. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന പാറയിലൊക്കെ നിറയെ വെള്ളമായിരിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ വെള്ളം പറ്റിയിട്ടുണ്ട്. എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫോൾസ് ആണ്. വളരെ മനോഹരമായിട്ടുള്ള വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. മലബാർ മേഖലയിൽ തന്നെ ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള തണുത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കക്കാടംപൊയിൽ. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഊട്ടിയിലൂടെയൊക്കെ പോകുമ്പോൾ വളരെ കുറച്ച് കോസ്റ്റ്ലിയാണ് കാര്യങ്ങൾ. പക്ഷെ ഇത്രത്തോളം ഒരു ഫീൽ ഇട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിനടുത്തായിക്കൊണ്ട് ഇത്രയും കൂളസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അത് കക്കാടംപൊയിലാണ്. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റിസോർട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. Hope you have enjoyed watching this video. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. സോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സോ until we meet with the next vlog, പുതിയ വിശേഷങ്ങളുമായി കണ്ടുമുട്ടുന്നവരെ, it's me signing off from Shaju's Corner. Take care and bye bye.